ചേട്ടാ അതെ പൂച്ചനെ വന്ന് ഞങ്ങളുടെ പൂച്ചനെ വന്ന് തല്ലേണ്. എന്താണ് പൂച്ച ഇവിടെ കിടക്കണം, എന്റെ വീട്ടിൽ കിടക്കണം. നിയമത്തിനെയും പോലീസിനെയും പേടിയില്ലാതാകുമ്പോഴാണ് മനുഷ്യർക്ക് എന്തും ചെയ്യാം, എന്തും കാണിക്കാം, എന്ത് തെമ്മാടിത്തരവും ചെയ്യാം എന്നുള്ളതിന്റെ ലൈസൻസ് കിട്ടുന്നത്. അതിനൊരു തെളിവായിരുന്നു ഇന്നലെ എറണാകുളത്ത് ഋതുരാജ് എന്ന് പറയുന്ന ഒരു തെമ്മാടി ഒരു വീട്ടിലെ 3 പേരുടെ ജീവനാണ് എടുത്തത്. ഒരു കൂസലുമില്ലാതെ കമ്പിപ്പാര വെച്ചാണ് അവരുടെ തലക്കടിച്ചവരെ കൊലപ്പെടുത്തിയത്. 4 പേരെ അവൻ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടു. പക്ഷെ അയാളുടെ അവസ്ഥ ഇപ്പോൾ ഗുരുതരമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇവൻ ഈ കൊടും ക്രൂരത ചെയ്തത്. എന്നിട്ടോ മാനസിക രോഗി എന്നുള്ളൊരു ലേബൽ ഇവൻ അങ്ങ് ചാർത്തി കൊടുത്തു. ഇനി ഇവൻ എന്തുമാകാലോ. മാനസിക രോഗം എന്നുള്ളത് ഇവനൊരു ലൈസൻസ് ആയിട്ട് എടുക്കരുത്. പലവട്ടവും ആ നാട്ടുകാർ ഇവനെതിരെ കേസ് കൊടുത്തു. കാരണം ഇവന്റെ ചുറ്റുപാടും പശ്ചാത്തലവും ഒക്കെ ഇവനൊരു ക്രിമിനൽ ആണെന്നുള്ള രീതിയിൽ പല കേസുകളിലും അകപ്പെട്ടൊരു പ്രതിയാണ് ഇവൻ. പോലീസ് വിട്ടയച്ചത് ഇവൻ മാനസിക രോഗി എന്നുള്ളൊരു കാരണത്താലാണ്. ഇങ്ങനെയുള്ളവന്മാര് കാരണം മനുഷ്യർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എങ്ങനെ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കും പേടി കൂടാതെ? എന്നിട്ടോ ലഹരി മരുന്നിന് അടിമയാണ് എന്ന് അടുത്തൊരു കാര്യവും. ഈ ലോകത്ത് നമുക്കറിയാം ചെറുപ്പക്കാരും കുട്ടികളുടെ എല്ലാവരുടെ ഇടയിൽ ലഹരി എന്നുള്ളൊരു കാര്യം വൻ വേട്ടയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബോധപൂർവമാണ്. ആൾക്കാരുടെ വീടിനുള്ളിൽ കല്ലെറിയുക, ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി. ഈ തെമ്മാടി കാണിക്കുന്ന ഇതൊക്കെയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവന് ബോധമില്ലേ? ഇപ്പൊ ലഹരി മാത്രമല്ല, ഇവനൊക്കെ ക്രിമിനൽ, ഇവനൊക്കെ രാക്ഷസനാണ്, കഴുകന്മാരാണ്, എന്തും ചെയ്യാം. ഏറ്റവും കൂടുതലധികം ഇങ്ങനെ ഉള്ളവന്മാർ വളർന്നു വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മുടെ നിയമത്തിനെ പേടിയില്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മുടെ നിയമങ്ങളില്ലെങ്കിൽ നമ്മുടെ നിയമ നടപടിയൊക്കെ മാറാനുണ്ട്. ഇവന്മാർക്കൊക്കെ അറിയാം ഒരാളെ കൊലപ്പെടുത്തിയാൽ എന്തായിരിക്കും ശിക്ഷ എന്ന് ഇവനറിയാം. ജയിലിൽ പോവുക, നന്നായിട്ട് ആഹാരം കഴിക്കുക, അവിടെ ജോലി ചെയ്യുക, അതിന്റെ ശമ്പളം വാങ്ങുക, ഇതൊക്കെ ഇവൻ അറിയാം. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ കുഞ്ഞു കുറ്റവാളികൾ വരെ വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവർക്കൊക്കെ അറിയാം ഒരു ഉറുമ്പിനെ കൊല്ലുന്ന ലാഘവത്തോടാണ് മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ദിനം ദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ് കൊലപാതകം. എവിടേക്കാണ് ഈ ലോകം പോകുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത വിധം ആ ഒരു കുടുംബത്തിനെ മൊത്തം ഇവൻ ഇല്ലാതാക്കിയല്ലേ ചെയ്തത്. ഇവൻ ഇത് മുൻകൂട്ടി നിശ്ചയിച്ചു വന്നതാണ് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം ഞാനൊരു വീഡിയോ നിങ്ങളെ ഇവിടെ കാണിക്കാം. കൊലപാതകം ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. അവന്റെ കയ്യിലിരിക്കുന്നത് കമ്പിപ്പാരയാണ്. ഈ കമ്പിപ്പാരയായിട്ട് ചെല്ലണമെങ്കിൽ അവൻ എന്തായാലും അവരെ ശാരീരികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തന്നെയാണല്ലോ അവിടെ ചെന്നത്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. അതെ പൂച്ചനെ വന്ന് ഞങ്ങളുടെ പൂച്ചനെ വന്ന് തല്ലേണ്. എന്താണ് പൂച്ച ഇവിടെ കിടക്കണം, എന്റെ വീട്ടിൽ കിടക്കണ പൂച്ചേട്ടാ. ചേട്ടൻ ഇപ്പൊ ഇവിടെ ഒന്ന് തല്ലുണ്ടാക്കണേ. വീടിന്റെ അകത്ത് ഇതേ ഇവിടെ കിടക്കണത്. അതെ ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ പേരും പറഞ്ഞാണ് ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പ ഉണ്ടാക്കണത്. തല്ലാൻ വന്നൊക്കെയാണ്, തല്ലാൻ. അതെ അതെ ഇവിടെ കിടക്കണ പട്ടി ഇവിടെ വന്ന് കിടക്കണ പട്ടിനെയാണ് ഇവിടെ വന്നിട്ട് ഇറങ്ങണ. ഇവിടെ ഒരു വീട്ടിലും പോകാത്ത പട്ടിയാണ്. ഇങ്ങനെയുള്ളവന്മാർ കാരണം നമ്മൾ എങ്ങനെ പേടി കൂടാതെ ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കും? ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് കുത്ത്, കൊലപാതകം. ഇവൻ കത്തിയൊക്കെ ആയിട്ടാണ് ആ വീട്ടിൽ വന്നത്. അപ്പൊ അവരെ കൊല്ലണം എന്ന് തീരുമാനിച്ചു തന്നെയാണ് അവൻ വന്നത്. ഇങ്ങനെയുള്ളൊരു മനുഷ്യർക്കിടയിൽ നമ്മൾ എങ്ങനെ പേടി കൂടാതെ ജീവിക്കുമെന്ന. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവമായിരുന്നു. ഒരു കുഞ്ഞിനെ ഭയങ്കര സ്പീഡിൽ, അവൻ എന്തോ 17 വയസ്സോ 18 വയസ്സോ അങ്ങാണ്ടേ ഉള്ളൂ, +1 +2 വിദ്യാർത്ഥി എങ്ങാണ്ടാണ്. സ്പീഡിൽ ബൈക്ക് ഓട്ടിച്ചു വന്ന് ഒരു കുഞ്ഞിനെ ഇടിച്ചു. ആ കുഞ്ഞിന്റെ ബാഗ് അവന്റെ വണ്ടിയിൽ, വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ്, ബാഗ് അവന്റെ വണ്ടിയിൽ കുരുങ്ങിയിട്ട് ഇവൻ സ്പീഡിൽ തന്നെ ആ കുഞ്ഞിനെ വലിച്ചിഴച്ചോട് കൊണ്ടുപോയി. എന്നിട്ട് എന്താണ് ഇവൻ ചെയ്തത്? കുഞ്ഞ് മാറാൻ വേണ്ടി കുഞ്ഞിനെ ചവിട്ടി ഇട്ടു. ഓൺ ദ സ്പോട്ടിന് തന്നെ കുഞ്ഞ് മരിച്ചു. അത്രയും നികൃഷ്ട ചിന്താഗതിയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ചെറുപ്പക്കാരുടെ ഇടയിലും പോട്ടെ 17ഉം 18ഉം വയസ്സുള്ള ക്രിമിനൽസ് ആണ് ഇന്ന് നമ്മുടെ സമൂഹത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു അവസാനമില്ലയോ? ഇങ്ങനൊക്കെ ഇവരുടെ മനസ്സ് മാറി, എന്തുമാത്രം മാറിയിട്ട്. നമ്മൾ പറയും നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് അറിവില്ല, അവർക്കൊന്നും അറിയില്ല. അതൊക്കെ വെറുതെയാണ്. അവർക്കാണ് എല്ലാം അറിയാവുന്നത്, നമ്മൾക്കാണ് ഒന്നും അറിയാത്തത്. അവർക്കാണ് എല്ലാം അറിയാവുന്നത്. കാരണം ഇന്ന് ഫോണുണ്ട്. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് പോട്ടെ 8ൽ പഠിക്കുന്ന പിള്ളേരുടെ കയ്യിൽ വരെ ഫോണാണ്. ഒരു കോവിഡ് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫോൺ എന്നുള്ള കാര്യം വന്നത്.
പക്ഷെ അത് നല്ല കാര്യമായിരുന്നു എന്ന് വെച്ചാൽ പല കുട്ടികൾക്കും പഠിക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ്, പല കുട്ടികൾക്കും വഴി തെറ്റാനും വേണ്ടിയുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു ഫോൺ. ആ ഒരു കോവിഡ് വന്ന ശേഷം ഈ ഒരു ഫോൺ, നമ്മളായാലും ഒരു കാര്യം അറിയുന്നത് എന്തുകൊണ്ടാണ്? ഫോണുണ്ട്, ഫോണിൽ സോഷ്യൽ മീഡിയസ്, പല കാര്യങ്ങളും, പല വാർത്തകളും, പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. അതേപോലെ ഇവരും പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഒന്നും അറിയാഞ്ഞിട്ടല്ല, എല്ലാ കുട്ടികൾക്കും എല്ലാം അറിയാം. കുഞ്ഞു കുറ്റവാളികൾ മുതൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനൊക്കെ ഓൺ ദ സ്പോട്ടിൽ ഇവനെയൊക്കെ അവർ എന്ത് വേദനയാണ് അനുഭവിച്ച അതുപോലെ തന്നെ ഇവനെയൊക്കെ കൊലപ്പെടുത്തണം. അല്ലാണ്ട് ഇവനെ ജയിലിൽ കൊണ്ടുപോയാൽ ഇവന് കുറെ നാള് എന്തായാലും കൂടിപ്പോയ വധശിക്ഷയൊന്നും വിധിക്കത്തില്ലായിരിക്കുമല്ലോ. നമുക്കറിയാലോ നമ്മുടെ സിസ്റ്റം, നമ്മുടെ നിയമം എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കറിയാലോ. നമ്മുടെ ഈ സിസ്റ്റം ഒക്കെ മാറണം. ഇല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം മാറാത്തിടത്തോളം കാലം ക്രിമിനൽസ് വളർന്നുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ളവരുടെ ജീവൻ ഒന്നൊന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് എങ്ങനെ മനുഷ്യരെ കൊല്ലണമെന്ന് ചിന്തിച്ച് നടക്കുന്ന കഴുകന്മാരുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ഒരു പ്രദേശവാസികൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവനെ പറ്റി, നമുക്കതൊന്ന് കേട്ടു നോക്കാം. എല്ലാവരും കൂടി വണ്ടി വന്നു, ആംബുലൻസ് വന്നു, എല്ലാവരും വണ്ടി കയറ്റി വിട്ടു. 4 പേര്. ഇതിന് സംഭവത്തിന് ശേഷം ഇല്ല, അവനെ കണ്ടിട്ടില്ല. അവൻ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ വണ്ടി എടുത്ത് പോയെന്ന് പറഞ്ഞത്. ഇവിടുത്തെ വണ്ടി, ആ ചേട്ടൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, അത് സ്റ്റേഷനിൽ പോയെന്ന് പറഞ്ഞ കേട്ടോ. അവനെ കണ്ടിട്ടില്ല. ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണോ ഇവിടുത്തെ? നമ്മളെ പറ്റാവുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും കയറ്റി വിട്ടു. പണ്ട് മുതൽ ഇവൻ സ്ഥിര പ്രശ്നക്കാരനാണ്. ചെറുപ്പം മുതൽ എൻ്റെ നൈബേഴ്സായിരുന്നു അത്. ഈ കക്ഷി, ഈ കൊച്ചൻ്റെ അമ്മ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. വളരെ പ്രശ്നമാണ്. ഇവിടെ ഒരുപാട് കഞ്ചാവ് കേസുണ്ട്. ഒരു പോലീസുകാരും ഇല്ല, ഒന്നുമില്ല. രാഷ്ട്രീയക്കാരൊക്കെ ഇവർക്ക് ഇതാണ്. ഇവിടെ ഒരുപാട് കേസുകളുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. ഈ കൂടിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടങ്ങളിൽ ഒരുപാട് കഞ്ചാവ് കേസും പല കേസുകളും ഉണ്ട്. ഒരു രാഷ്ട്രീയക്കാരും അതിനകത്ത് അറിയില്ല. അവന് പഠന വൈകല്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കുള്ളൂ. പക്ഷെ ലഹരി ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ട് വല്ലതും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരും വന്ന് ഇടപെടാറില്ല. പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇങ്ങനെ രാത്രി വന്നിട്ട് കല്ലെറിയ, ടെറസിന്റെ മേളിൽ കയറുക, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് എല്ലാ വീട്ടിലും ബാധകമാണ്. ആരും പക്ഷെ ഞങ്ങൾ 3 കൂട്ടരാണ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും കൊടുത്തില്ല. പക്ഷെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഇങ്ങനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, ഞങ്ങളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, അവരെ വെട്ടിക്കൊല്ലും, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങളുണ്ടെങ്കിലും ഞങ്ങളിവിടെ ഉണ്ടാവില്ലായിരുന്നു. ഈ അമ്മേനെയും കൊച്ചിനെയും കേസിലുണ്ടായിരുന്നാണ്. അമ്മേനെയും കൊച്ചിനെയും ഇവൻ വെട്ടിക്കൊല്ലുമായിരുന്നു. ഇവർ ടൂർ പോയേക്കണോട്ട് അവർ രക്ഷപ്പെട്ടു. ഇന്ന് ഞാനും പോയതുകൊണ്ടിട്ട് ഞാനും ഉണ്ടായില്ല. ഇല്ല, ഉണ്ടായില്ല. ഇത് കഴിഞ്ഞിട്ട് ശേഷമാണ് വന്നത്, അറിഞ്ഞ ശേഷം. ഈ നാട്ടുകാർ പറയുന്നിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഇവൻ സ്ഥിരം അവിടുത്തെ കുഴപ്പക്കാരൻ തന്നെയാണ്. അവിടെ ആൾക്കാരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കും ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തെമ്മാടി തന്നെയായിരുന്നു. ഒരു തെമ്മാടി. ഈ നാറി ഒരു കുടുംബമാണ് ഇല്ലാണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമ്മുടെ ചുറ്റുപാട് പല പ്രശ്നങ്ങളും നടക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം അതിലേക്ക് ഇടപെടാൻ പോവും ആ പ്രശ്നങ്ങൾ. കാരണം നമുക്ക് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിലേക്ക്, ഏതൊരു പ്രശ്നത്തിലേക്ക് ഇടപെടാൻ പോയാലും നിങ്ങളുടെ ജീവന് നിങ്ങൾ സുരക്ഷ നൽകണം. നമ്മളൊരു കാര്യം ചോദിക്കാൻ ചെല്ലുമ്പോൾ രണ്ടാമത് അവൻ്റെയൊക്കെ കയ്യിൽ കത്തിയായിരിക്കും. ആ ഓൺ ദ സ്പോട്ടിന് നമ്മുടെ ജീവിതം അവിടെ നഷ്ടപ്പെടും. ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ കണ്ടു തൃശ്ശൂർ പുതുവത്സരത്തിൽ 8-ലോ 9-ലോ പഠിക്കുന്ന പിള്ളേര് ഒരു യുവാവിനെ കൊന്നത്. അതേപോലെ തന്നെ ഒന്നും കണ്ടില്ലെന്ന് നടിക്കാവോ, നമുക്ക് നമ്മുടെ ജീവൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മളൊക്കെ പേടി കൂടാതെ ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയാ? പേടിച്ച് തന്നെ, ഇങ്ങനെയുള്ളവന്മാരെ പേടിച്ച് തന്നെ ജീവിക്കേണ്ടി വരും. നിയമത്തിനെ പേടിയില്ല, എന്തും ചെയ്യാം എന്നുള്ളൊരിതാ. കാരണം ഇവന്മാർക്കൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ലഹരി എന്നുള്ള കാര്യത്തിലാണ്. കാരണം നമ്മൾ കുട്ടികൾ തന്നെ കടയിൽ നിന്നൊരു ചൂയിങ്കം വാങ്ങിച്ച് ചവയ്ക്കുന്ന രീതിയിലാണ്, അത്രയും ലാഘവത്തോടാണ് ലഹരി ഇന്ന് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഋതു എന്ന് പറയുന്ന കുറ്റവാളി ഉറപ്പായിട്ടും അവന് തക്കതായ ശിക്ഷ കൊടുക്കണം. അവൻ കസ്റ്റഡിയിൽ എടുത്തു, അവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അവൻ ഒരിക്കലും പുറം ലോകം കാണരുത്. ആ രീതിയിലുള്ള ശിക്ഷ അവന് കിട്ടണം.